ക്ലാസ്സിലെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ 5th ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ എ റെക്ടാങ്കുലർ ചാനൽ ഓഫ് 1 meter wide and 0.75 meter deep. Find the discharge over a rectangular weir of crust length 60 meter. If the head of water over the crust of weir is 20 centimeter and water from channel flows over the weir, take CD is equal to 0.62. Neglect end contraction. Take velocity of approach into consideration. ഓക്കെ, ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വിയർ തന്നിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് ചാനൽ തന്നിട്ടുണ്ട്, ഡെപ്ത്ത് തന്നിട്ടുണ്ട്, അതുപോലെ ഹെഡ് ഓഫ് വിയർ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ചാനലും ഡെപ്ത്ത് ഓഫ് ചാനലും അറിയെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ചാനൽ കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ഏരിയ ഓഫ് ചാനൽ ഇസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ചാനൽ ഇൻറ്റു ഡെപ്ത്ത്. ക്വസ്റ്റ്യനിൽ നമുക്ക് റെക്ടാങ്കുലർ ചാനൽ ഓഫ് 1 meter വിഡ്ത്ത് ആൻഡ് 0.75 meter ഡീപ്പ് എന്ന് തന്നിട്ടുണ്ട്. സോ ഏരിയ ഓഫ് ചാനൽ എന്ന് പറയുന്നത് 1 into 0.75 which is equal to 0.75 meter square. ഫിഗറും വരച്ചിരിക്കണം കേട്ടോ. ദെൻ ലെങ്ത് ഓഫ് വിയർ എൽ ഇസ് ഈക്വൽ ടു 60 centimeter എന്നാണ് തന്നിട്ടുള്ളത്. നമ്മളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 meter. പിന്നെ ക്വസ്റ്റ്യനിൽ ഹെഡ് ഓഫ് വിയർ തന്നിട്ടുണ്ട്. ഹെഡ് ഓഫ് വിയർ എന്ന് പറയുന്നത് 20 centimeter ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 0.2 meter. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിലും കാൽക്കുലേഷൻ സ്റ്റെപ്പ് പറയുന്ന സമയത്ത് പറഞ്ഞു ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്ചാർജ് വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. എന്നിട്ട് ആ കിട്ടിയ ഡിസ്ചാർജും ഏരിയ ഓഫ് ചാനലും യൂസ് ചെയ്തിട്ട് നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കും. ആൻഡ് ദെൻ അഡീഷണൽ ഹെഡ് എന്ന് പറയുന്നത് എച്ച് എ is equal to VA²/2G വെച്ചിട്ട് നമ്മൾ എച്ച് എ കണ്ടുപിടിക്കും. ആൻഡ് ദെൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ്. ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓവർ എ റെക്ടാങ്കുലർ വിയർ വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇക്വേഷൻ എന്താണ്? റെക്ടാങ്കുലർ വിയറിൻ്റെ Q is equal to 2/3 CD/L √2G into H⁻³ നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലാ വാല്യൂസും ഗിവൺ ആണ്. സോ Q is equal to 2/3 into 0.62 into 0.6 √2 into 9.81 into ഇവിടെ എച്ച് എന്ന് പറയുന്നത് 20 centimeter ആയിരുന്നു which is equal to 0.2 into 3/2 which is equal to 1.098 into 0.0894. ലാസ്റ്റ് ഡിസ്ചാർജ് Q is equal to 0.0982 meter cube per second എന്ന് കിട്ടി. ഇനി നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, വെലോസിറ്റി ഓഫ് അപ്രോച്ച് വി എ എന്ന് പറയുന്നതായിട്ട് ഡിനോട്ട് ചെയ്യുന്ന വി എസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനൽ. ഇവിടെ ഏരിയ ഓഫ് ചാനലാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് വി എസ് ഈക്വൽ ടു 0.0982 ഡിവൈഡഡ് ബൈ 0.75. നമുക്ക് 0.1309 meter per second എന്ന് കണ്ടുപിടിക്കും. ഇനി നമ്മൾ അഡീഷണൽ ഹെഡ് ഈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുന്ന കാരണം അവിടെ ഉണ്ടാകുന്ന അഡീഷണൽ ഹെഡ് എച്ച് എന്ന് പറയുന്നത് VA²/2G ആണ്. This is equal to 0.1309 all square divided by 2 into 9.81. ഈ ഒരു വാല്യൂ കിട്ടും 0.0008733 meter. ഇനി എന്താണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ള ഡിസ്ചാർജ് വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് Q is equal to 2/3 into CD into L into √2G into H plus HA⁻³ minus HA⁻³. It is 1.098 into എച്ചിനും എച്ച് എക്കും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 0.09002 മൈനസ് 0.00002566 എന്ന് കിട്ടും. അത് സോൾവ് ചെയ്താൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു 0.09881 meter cube per second എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സെയിം വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ട് തന്നെയുള്ളൊരു പ്രോബ്ലമാണ്. ജസ്റ്റ് നോക്കാം. 10th one. A sharp crested rectangular weir of 1 meter height extends across a rectangular channel of 3 meter width. If the head of water over the weir is 0.45 meter, calculate discharge. Consider the velocity of approach and assume CD is equal to 0.623. ഓക്കെ, ഷാർപ്പ് ക്രസ്റ്റഡ് റെക്റ്റാങ്കുലർ വിയർ ആണ്. 1 meter ഹൈറ്റ് ആണുള്ളത്.
എക്സ്റ്റെൻസ് അക്രോസ് എ റെക്റ്റാങ്കുലർ ചാനൽ ഓഫ് 3 മീറ്റർ വിഡ്ത്ത്. അപ്പോൾ 3 മീറ്റർ വിഡ്ത്ത് ഉള്ള ഒരു റെക്റ്റാങ്കുലർ ചാനലിൽ അക്രോസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ റെക്റ്റാങ്കുലർ ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ വെച്ചിരിക്കുന്നത്. ഈ റെക്റ്റാങ്കുലർ ചാനൽ എന്ന് പറയുന്നതും റെക്റ്റാങ്കുലർ ചാനലിന് അക്രോസ് ആയിട്ടാണ് വിയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ഈസ് ഈക്വൽ ടു എൽ എന്നാൽ വിഡ്ത്ത് ഓഫ് ചാനൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വിയറിന് ഈക്വലാണ്. ആ റെക്റ്റാങ്കുലർ ചാനലിന് അക്രോസ് ആയിട്ടാണ് ഈ റെക്റ്റാങ്കുലർ വിയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹെഡ് ഓഫ് ദി വാട്ടർ ഓവർ ദ വിയർ എന്ന് പറയുന്നത് 0.45 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് സി ഡി വാല്യൂ എന്ന് പറയുന്നത് 0.623 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ചാനൽ തന്നിട്ടുണ്ട് 3 മീറ്റർ, ഹൈറ്റ് ഓഫ് വിയർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഹെഡ് ഓഫ് വാട്ടർ ഓവർ വിയർ എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് വാട്ടർ ഓവർ വിയർ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നോക്കുക, ഹെഡ് ഓഫ് വാട്ടർ ഓവർ വിയർ എച്ച് ഇസ് ഈക്വൽ ടു 0.45 തന്നിട്ടുണ്ട്. ഇനി ഹൈറ്റ് ഓഫ് വിയർ 1 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് ഡെപ്ത് ഓഫ് ചാനൽ കണ്ടുപിടിച്ചൂടെ. ഇറ്റ് ഈസ് 1 + 0.45 മീറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെപ്ത് ഓഫ് ചാനൽ കിട്ടും. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെപ്ത് ഓഫ് ചാനൽ തന്നിട്ടില്ല. നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുമ്പം ഏരിയ ഓഫ് ചാനൽ വേണം. ഏരിയ ഓഫ് ചാനൽ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ചാനൽ ഇൻറ്റു ഡെപ്ത് ഓഫ് ചാനലാണ്. ഇവിടെ വിഡ്ത്ത് ഓഫ് ചാനൽ എന്ന് പറയുന്നത് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡെപ്ത് ഓഫ് ചാനൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹൈറ്റ് ഓഫ് വിയറും അതുപോലെ തന്നെ ഹെഡ് ഓവർ ദ വിയറും തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഡെപ്ത് ഓഫ് ചാനൽ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ചാനൽ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് വിയർ പ്ലസ് ഹെഡ് ഓവർ ദ വിയർ ഇസ് ഈക്വൽ ടു 1 + 0.45 ഇറ്റ് ഈസ് 1.45 മീറ്റർ എന്ന് കിട്ടി. ആൻഡ് ദെൻ സി ഡി ഇസ് ഈക്വൽ ടു 0.623. ഇവിടെ ലെങ്ത് ഓഫ് വിയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ബ്രെഡ്ത്ത് ഓഫ് ചാനലാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3 മീറ്റർ. ഇനി നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യൂ കിട്ടുക 1.665 മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ആണ്. ദെൻ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്, വി എ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ക്യൂ എന്ന് പറയുന്നത് ഈ ക്യൂ, വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാണ്ട് കണ്ടുപിടിച്ച ക്യൂ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനൽ. ഏരിയ ഓഫ് ചാനൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ബ്രെഡ്ത്ത് ഓഫ് ചാനൽ ഇൻറ്റു ഡെപ്ത് ഓഫ് ചാനൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് 0.382 കിട്ടും. ആൻഡ് ദെൻ എച്ച് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് എസ് ഈക്വൽ ടു വി എ സ്ക്വയർ ബൈ 2g. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.0074. ആൻഡ് ദെൻ ഡിസ്ചാർജ് വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കുക. ക്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് അറിയാലോ, അത് വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് 1.703 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. ഫ്രാൻസിസ് ഫോർമുല ഫോർ ഡിസ്ചാർജ് ഓവർ റെക്റ്റാങ്കുലർ വിയർ. ഇത് നിങ്ങളുടെ സിലബസിൽ നോക്കിയാൽ കാണില്ല. സിലബസിൽ ഒരു എൻഡ് കോൺട്രാക്ഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് കാണാം. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഫ്രാൻസിസ് ഫോർമുല എന്ന് പറയുന്നത്. നോക്കുക, ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലർ വിയർ വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി അപ്രോച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു 2/3 CD/L √2g × h⁻³ ആണ്. വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ക്യൂ എന്ന് പറയുന്നത് 2/3 CD/L √2g × h + h⁻³ മൈനസ് h⁻³. ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും. മീൻസ് ഈ രണ്ട് കേസിലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ നെഗ്ലെക്റ്റിംഗ് എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനിലും എഫക്റ്റ് ഓഫ് എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻ ദി അബോവ് 2 ഇക്വേഷൻ ദി എഫക്റ്റ് ഓഫ് എൻഡ് കോൺട്രാക്ഷൻ ഇസ് നോട്ട് കൺസിഡേർഡ്. Okay, practically end contraction can be neglected when the crust length of weir over which the water flows is equal to the width of channel. എന്നാൽ ക്രസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്, ക്രസ്റ്റ് ലെങ്ത് ഓഫ് വിയർ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ചാനലിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവിടെ എൻഡ് കോൺട്രാക്ഷൻ എന്ത് ചെയ്യാം, നെഗ്ലെക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിഗറിൽ സപ്രസ്ഡ് വിയർ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നെഗ്ലെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലെങ്ത് ഓഫ് വിയർ അല്ലെങ്കിൽ ക്രസ്റ്റ് ലെങ്ത് ഓഫ് വിയർ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ചാനൽ സെക്ഷന് ഈക്വൽ അല്ലാത്ത കേസ്. ഈ ഒരു കേസിൽ ഇവിടെ എന്തുണ്ടാവും, എൻഡ് കോൺട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ എൽ എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്താണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെ. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ എന്തുണ്ട്, എൻഡ് കോൺട്രാക്ഷൻ കാരണം
അവിടെ എൻഡ് കോൺട്രാക്ഷൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മുന്നേ നമ്മൾ ചെയ്തതിലൊക്കെ എൻഡ് കോൺട്രാക്ഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരാൾ എൻഡ് കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്തിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. അതിനെയാണ് ഫ്രാൻസിസ് ഫോർമുല ഫോർ ഡിസ്ചാർജ് ഓവർ റെക്ടാങ്കുലർ വിയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്, ക്രസ്റ്റ് ലെങ്ത് ഓഫ് വിയർ എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്ത്താണ് ക്രസ്റ്റ് ലെങ്ത് ഓഫ് വിയർ. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന എൻഡ് കോൺട്രാക്ഷൻ കാരണം, ഇപ്പോൾ ഈ രണ്ട് സൈഡിലും എൻഡ് കോൺട്രാക്ഷൻ കാരണം ലെങ്ത്ത് എന്തായി, ലെങ്ത്ത് എന്ന് പറയുന്നത് L-0.2h ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഇവിടെ എൻഡ് കോൺട്രാക്ഷൻ വരുന്നത് 0.1h ആണ്, ഈ സൈഡിലും 0.1h ആണ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ലെങ്ത്തിൽ ആ ഒരു എൻഡ് കോൺട്രാക്ഷൻ എഫക്റ്റ് ചെയ്തു. എന്നാൽ 2 × 0.1h ആണ്. ദാറ്റ് ഈസ് ഈ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു എൻഡ് കോൺട്രാക്ഷൻ്റെ എഫക്റ്റ് കാരണം ഇതിൻ്റെ ലെങ്ത്ത് എന്തായി, ഡിക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് L-0.2h ആയിട്ട് ലെങ്ത് ഓഫ് വിയർ എന്തായി, ഡിക്രീസ് ആയി. ഫ്രാൻസിസ് on the basis of his experiments established that the end contraction decreases the effective length of crust of weir and hence decreases the discharge. effective length of weir, effective length of crust എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുമ്പം ഡിസ്ചാർജിലും ഡിക്രീസ് ഉണ്ടാവും എന്നുള്ളത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് അയാളുടെ എക്സ്പെരിമെൻറ്റ്സ് വഴി കണ്ടുപിടിച്ചു. ഓക്കെ, ഈച്ച് കോൺട്രാക്ഷൻ റെഡ്യൂസസ് ദി ക്രസ്റ്റ് ലെങ്ത് by 0.1 × h. ഓരോ എൻഡ് കോൺട്രാക്ഷനും 0.1 × h എന്ന് പറയുന്നത് ഹെഡ് ഓവർ ദി ക്രസ്റ്റ്, ആ ഒരു വാല്യൂവിൽ ക്രസ്റ്റ് ലെങ്ത്തിൽ ഡിക്രീസ് വരുത്തുന്നുണ്ട്. ഓരോ എൻഡ് കോൺട്രാക്ഷനും ക്രസ്റ്റ് ലെങ്ത്തിൽ 0.1 × h എന്ന രീതിക്ക് ഒരു എന്തുണ്ടാക്കുന്നുണ്ട്, ക്രസ്റ്റ് ലെങ്ത്തിലൊരു റിഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഡിക്രീസ് കാരണം ഡിസ്ചാർജിലും ഡിക്രീസ് ഉണ്ടാവും. h എന്ന് പറയുന്നത് ഹെഡ് ഓവർ ദി വിയർ ആണ്. If there are n number of end contractions, the effective length of weir becomes L-0.1 nh. ഇപ്പം ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്ര എൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്, 2 എൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എങ്ങനെ മാറും, L-0.1 × nh ആണ് ഫ്രാൻസിസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. If there are n number of end contraction, effective length എന്ന് പറയുന്നത് L-0.1 × n × h ആണ്. ഇവിടെ 2 എൻഡ് കോൺട്രാക്ഷൻ ആണുള്ളത്. 2 എൻഡ് കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പം എഫക്റ്റീവ് ലെങ്ത്ത് L എന്ന് പറയുന്നത് L-0.1 × 2 × h എന്ന് പറയും. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് L-0.2h എന്നുള്ള എഫക്റ്റീവ് ലെങ്ത്ത് കിട്ടുന്നത്. ഓക്കെ, thus if there are n number of end contractions, the effective length of weir becomes L-0.1 n × h. ഇനി ഫ്രാൻസിസ് ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് ഡിസ്ചാർജ് ഓവർ റെക്ടാങ്കുലർ വിയർ കൺസിഡറിങ് എൻഡ് കോൺട്രാക്ഷൻ. നമ്മൾ എൻഡ് കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷന്, അതിൽ വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി അപ്രോച്ചും വരും, വിത്ത് കൺസിഡറിങ് വെലോസിറ്റി അപ്രോച്ചും വരും. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് ഡിസ്ചാർജ് ഓവർ റെക്ടാങ്കുലർ വിയർ കൺസിഡറിങ് എൻഡ് കോൺട്രാക്ഷൻ. വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി അപ്രോച്ച് ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Q = 2/3 CD L. ഇവിടെ എഫക്റ്റീവ് ലെങ്ത് എങ്ങനെ ചേഞ്ച് ചെയ്യും, എത്ര നമ്പർ ഓഫ് കോൺട്രാക്ഷൻസ് ഉണ്ടോ അതിനനുസരിച്ച് എഫക്റ്റീവ് ലെങ്ത്തിൽ എഫക്റ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, ചേഞ്ച് വരും. അപ്പോൾ Q എന്താവും, 2/3 CD L-0.1 n h × √2g × h⁻³ ഇവിടെ നമ്മൾ CD-ക്ക് 0.623 വാല്യൂ, G 9.81 m/s² എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഈ ജിക്കും അതുപോലെ തന്നെ CD-ക്കും ഈ രണ്ട് വാല്യൂസ് 0.623 എന്ന വാല്യൂവും G = 9.81 m/s² എന്നുള്ള വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ Q = 1.84 × L - 0.1 nh × h⁻³ എന്നാവും. വേർ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വിയർ, ഹെഡ്, H എന്ന് പറയുന്നത് ഹെഡ് ഓവർ ദി വിയർ, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ. ഇനി എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് സപ്രസ്ഡ് ആണ്. എന്നാൽ N എന്ന് പറയുന്നത് 0 ആകുമ്പം ഫ്രാൻസിസ് ഫോർമുല പറയുന്നത് എന്തായി, Q = 1.84 L h⁻³. എന്നാൽ എൻഡ് കോൺട്രാക്ഷൻ ഇല്ലാത്ത കേസിലാണെങ്കിൽ, സപ്രസ്ഡ് വിയറിൻ്റെ കേസാണെങ്കിൽ ക്യൂവിൻ്റെ ഇക്വേഷൻ ഫ്രാൻസിസ് ഫോർമുല
ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q is equal to 1.84 L into H raised to 3/2. ഈ നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഫോർമുല ബൈ കൺസിഡറിങ് എൻഡ് കോൺട്രാക്ഷൻ ആൻഡ് വെലോസിറ്റി അപ്രോച്ച്. എൻഡ് കോൺട്രാക്ഷനും വെലോസിറ്റി ഓഫ് അപ്രോച്ചും കൺസിഡർ ചെയ്തിട്ട് ഉള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഡീഷണൽ ഹെഡ് എച്ച് വരുന്നില്ലേ, ആ ഇക്വേഷൻ എന്ന് പറയുന്നത് Q is equal to 1.84 into L minus 0.1 N into H plus H എന്നാവും. വെലോസിറ്റി ഓഫ് അപ്രോച്ചും എൻഡ് കോൺട്രാക്ഷനും കൂടി കൺസിഡർ ചെയ്യുമ്പം എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ഇൻറ്റു H plus H raised to 3/2 മൈനസ് H raised to 3/2, വേർ H എന്ന് പറയുന്നത് ഹെഡ് ക്രിയേറ്റഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. എച്ചയുടെ ഇക്വേഷൻ എന്താ, v²/2g. v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇനി നമ്മുടെ എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് 0, ഇറ്റ് ഈസ് N is 6 സപ്രസ്ഡ് വിയർ ആകുമ്പോൾ ഫ്രാൻസിസ് ഫോർമുല എന്ന് പറയുന്നത് 1.84 L ഇൻറ്റു H plus H raised to 3/2 മൈനസ് H raised to 3/2 എന്നാവും. ഓക്കെ.